കോടതി പറഞ്ഞിരിക്കുന്നത് ദിലീപ് നിരപരാധിയാണ്. പിന്നെ അതിൽ നമ്മൾ വേറെന്ത് ചോദ്യം ചെയ്യാനാ? കോടതിനെ ചോദ്യം ചെയ്യുന്നത്, കോടതിനെ ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ട് ഈ ഒരു പ്രവണത, അതായത് ഇപ്പൊ മീഡിയ ആണെങ്കിലും ശരി, ഇപ്പൊ കുറച്ച് വ്യക്തികൾ അവര് കോടതിനെ ഒരു ബഹുമാനവും ഇല്ലാതെ കോടതിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഗതി എന്ന് പറയുന്നത് തെറ്റായ പ്രവണത ഉണ്ടാകും. അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ പല പല കാര്യങ്ങളിൽ കോടതിനെ ബഹുമാനമില്ലാത്ത രീതിയിൽ കോടതിനെ ഭയങ്കരമായിട്ട് വിമർശിച്ചു കഴിഞ്ഞാൽ ഇവിടെ കോടതിക്ക് ഒരു തീരുമാനം അവസ്ഥയാവും. ഒന്നും ഇടാൻ പറ്റില്ല. ഇപ്പൊ കോടതി പറയുന്നതാണ്, നമ്മൾ എന്ത് കേസാണെങ്കിലും എന്ത് പ്രശ്നമുള്ളതിന് സാധാരണക്കാരനായിക്കോട്ടെ, ഏത് VIP ആയിക്കോട്ടെ, പ്രൈം മിനിസ്റ്റർ ആയിക്കോട്ടെ, എല്ലാവരുടെയും അവസാന വാക്കും കോടതിയാണ്. കോടതി ഒരാളോട് പറയുവാണ് അയാൾ നിരപരാധിയാണ്, അയാൾ ഫ്രീ ആണ് എന്ന് പറഞ്ഞു, അത് അംഗീകരിക്കാൻ പറ്റാത്തവരെ നമ്മൾ എന്താ വിളിക്കുന്നത്? അത് പിന്നീട് വലിയ 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 പ്രോബ്ലംസ്, ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഒരിക്കലും നമ്മൾ കോടതിനെ വിമർശിച്ച് അതൊരു പുതിയൊരു മെസ്സേജ് കൊടുക്കുകയാണ്. ആർക്ക് കൊടുക്കുന്നു? ജനങ്ങൾക്ക്. അതായത് ശരിക്കും പറഞ്ഞാൽ എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്താന്ന് പറഞ്ഞാല്, ഒരു വർഗീയ കലാപമൊക്കെ ഉണ്ടാക്കുക എന്നൊക്കെ പലരും പറയില്ലേ, അനാവശ്യമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നത്, അത് പറയുമ്പം ജനങ്ങളുടെ ഇടയിലേക്ക് തെറ്റായ ചില പ്രവണതകൾ കൊടുക്കും, അത് ഒരു ഇഷ്യൂ ഉണ്ടാവും എന്നൊക്കെ പറയും. പറയുന്നത് പോലെ ശരിക്കും കറക്റ്റാണിത്. കാരണം എന്താ, കോടതി വിധി, നമ്മളെല്ലാം കോടതിയെ ബഹുമാനിക്കുന്നു. നാളെ നമ്മളൊരു കേസിൽ പെട്ട് കഴിഞ്ഞാൽ കോടതിയുടെ മുമ്പിൽ ദൈവതുല്യമായിട്ടാണ്, ദൈവത്തിന് തുല്യമായിട്ടാണ് നമ്മൾ കോടതിയിൽ ജഡ്ജിനെ കാണുന്നത്, അല്ലേ? ദൈവത്തിന് തുല്യമായിട്ടാണ്. കാരണം കോടതിയിൽ നിന്ന് നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധി, നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിനോടും പ്രാർത്ഥിക്കും, കോടതിയോടും പ്രാർത്ഥിക്കും, എന്നെ വെറുതെ വിടണം, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വിധിക്കാനായിരുന്നെങ്കിൽ 8 കൊല്ലം കാത്തിരിക്കേണ്ട ആവശ്യം ഇല്ല. പക്ഷെ ഇത് ഇവരൊക്കെ കാണിക്കുന്ന മീഡിയയുടെ ഇടയിലാണെങ്കിൽ ശരി, മറ്റുള്ള കുറെ വ്യക്തികളുടെ ഇതിലാണെങ്കിൽ ശരി, കോടതിയെ ഇങ്ങനെ അപമാനിക്കുന്നതും ജഡ്ജിയെ അപമാനിക്കുന്നതും തെറ്റായ പ്രവണത ഉണ്ടാക്കും. അത് വലിയ വലിയ പ്രശ്നങ്ങൾ. ഇനി അങ്ങോട്ട് കോടതിക്ക് ഒന്നും പറയാൻ പറ്റും. ഇനിയിപ്പോ ജനങ്ങളെ നോക്കി പറയേണ്ട അവസ്ഥയോ, ജനങ്ങളുടെ എല്ലാരും തൃപ്തിക്ക് വേണ്ടി സംസാരിക്കേണ്ട അവസ്ഥയോ, അങ്ങനെ വരും. അതൊരു അവസ്ഥ, അതൊരു വേറൊരു ലെവലിലേക്ക് അത് മാറിപ്പോകും. അപ്പൊ നാളെ ഹൈക്കോടതിയിൽ ചെന്ന ഹൈക്കോടതി പറയുവാണ്, അവിടെയും ഇതേപോലെ ഒരു വിധി വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാരും എന്ത് ചെയ്യും? ഹൈക്കോടതിന് കുറ്റം പറയാൻ പറ്റും, ഹൈക്കോടതി ജഡ്ജിനെ മോശമാക്കി പറയാൻ പറ്റും, അടുത്ത സുപ്രീം കോടതി പോകും. അങ്ങനെ പോകുമ്പോ ഇവിടെ ഇനി എന്റെ ഒരു ആശങ്ക ഞാൻ പറയാം. ഒരു സംഭവം ചിലപ്പോൾ ഇപ്പൊ ഇത് ജനങ്ങളുടെ ഇടയിൽ ഇപ്പൊ തന്നെ കോടതിനെ അപമാനിച്ചു തുടങ്ങി. ഒരു വിഭാഗം ആൾക്കാരുടെയും മീഡിയകളുടെയും ഈ ഒരു പ്രശ്നം വെച്ചിട്ട് നമ്മുടെ കോടതിനെ ശരിക്കും പറഞ്ഞാൽ ആളുകൾ അപമാനിക്കുന്ന തലത്തിലേക്ക് വന്നു, അല്ലേ? അത് വലിയ ആൾക്കാർ മാത്രമല്ല, ഏറ്റവും താഴെത്തട്ടിൽ വരെ കോടതിനെ ബഹുമാനിക്കില്ല, കാശ് വാങ്ങി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇത് തെറ്റായ ഒരു മെസ്സേജ് ജനങ്ങളിലേക്ക് കൊടുക്കും. അത് കുറച്ചുകൂടെ ചെന്ന് കഴിഞ്ഞാൽ പല പല കേസുകളിൽ ചെന്നാലും ഈ പറയുന്ന പോലെ നാളെ ദിലീപ് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തി തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെ വിചാരിക്കാം. തെറ്റ് ചെയ്യാതെ പുള്ളി കോടതി, ഇപ്പൊ സുപ്രീം കോടതി വെറുതെ വിട്ടാൽ പോലും പറയുന്നത് എന്തായിരിക്കും എന്നറിയാമോ? പൈസ കൊടുത്ത് വാങ്ങിച്ചു, പൈസ കൊടുത്താണ് പുള്ളി നിരപരാധിയായത്. അപ്പൊ പുള്ളിയുടെ ജീവിതത്തിന് അവസാനിക്കുന്നവരും പുള്ളി നിരപരാധിയല്ല. അതെ, അല്ല, വിട്ടാലും ജനങ്ങൾ വിടൂല. ജനങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവല്ല, ഒരു ചെറിയ വിഭാഗം. അവര് പറഞ്ഞുകൊണ്ടിരിക്കും ദിലീപിന് കാശുള്ളത് കൊണ്ട് ദിലീപ് എന്ത് ചെയ്തു, ഇത് കാശുള്ളത് കൊണ്ടാണ് ദിലീപ് ഇങ്ങനെയൊക്കെ ഇത് പിന്നെ നിയമം വിലക്ക് മേടിച്ചു. അപ്പൊ നമ്മുടെ നിയമത്തിനെ ബഹുമാനിക്കുന്നില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? നമ്മളെ ബഹുമാനിച്ചല്ലേ പറ്റൂ. നമ്മളെ ഭരിക്കുന്ന ഭരണകർത്താക്കളും എത്രയോ പേര് പല പല കേസുകളിൽ പെട്ടു. അല്ല, ഇപ്പൊ കാശ് തന്നെയല്ലല്ലോ, ഇപ്പൊ രാഷ്ട്രീയപരമായിട്ട് നോക്കുമ്പോ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് പറഞ്ഞുണ്ടാക്കിയ കഥകള് ഉണ്ടാക്കി ആ മനുഷ്യനെ അതുപോലെ പൈസ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ രക്ഷപ്പെടായിരുന്നല്ലോ. എന്തിന് ഇപ്പൊ പൈസയുള്ള എത്രയോ പേര് ജയിലിൽ കിടക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ അയ്യപ്പന്റെ സ്വപ്നം കണ്ടത് കാശില്ലാത്തവരാണോ? കുറ്റം ചെയ്തുകൊണ്ടല്ലേ അവർ ജയിലിൽ കിടക്കുന്നത്. അങ്ങനെ എത്രയോ പേര് കിടന്നു. ഇപ്പൊ തൃശ്ശൂര് ഒരു സെക്യൂരിറ്റീനെ ചവിട്ടിക്കൊണ്ടു. അവൻ കോടീശ്വരനാണ്. പുള്ളി ഇപ്പൊ എത്ര വർഷമായിട്ട് ജാമ്യം കിട്ടാതെ എന്ന് പറഞ്ഞാല് നേരിട്ടുള്ള അക്രമമാണ്. എന്തിന് പറയുന്നു? ബോളിവുഡ് സ്റ്റാർ സഞ്ജയ് ദത്ത് കേസിൽ കാശില്ലാത്ത ആളാണോ? എത്ര വർഷം ജയിലിൽ കിടന്നു, തോക്ക് കൈവശം വെച്ചതില്. അപ്പൊ കാശ് ഉണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ വിലക്ക് മേടിക്കാനൊന്നും പറ്റൂല. ഒരു പരിധി വരെ സൽമാൻ ഖാന്റെ മാത്രമേ ഉള്ളൂ.
സൽമാൻ ഖാനിലേക്കും വന്നല്ലോ സൽമാൻ ഖാനും അങ്ങനെയൊക്കെ വന്നു. സൽമാൻ ഖാൻ കേസിന്റെ പറയുന്നത് അയാൾ കാശില്ലാണ്ടാണ്. അപ്പൊ അതിലൊന്നും കാര്യമൊന്നുമില്ല. എത്രയോ നമ്മുടെ ഇവിടെ അറിയപ്പെടുന്ന എത്രയോ VIP കാശുള്ള ആൾക്കാർ ജയിലിൽ കിടന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കാര്യം ഇവര് പറയുന്നത്, ഇവരിപ്പോ കൊടുക്കുന്ന മെസ്സേജ് തെറ്റായ മെസ്സേജാണ്. അത് പിന്നീട് ഭാവിയിൽ ഒരുപാട് 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 പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കും. കാരണം അത് ഇപ്പോ നമ്മള് ഇവിടെ പറയുന്നത് പോലെ രാഷ്ട്രീയം അല്ലെങ്കിൽ വർഗീയത പറഞ്ഞ് ചേരിതിരിവുണ്ടാക്കി അടി ഉണ്ടാക്കി സമൂഹത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നെന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മളുടെ നീതിന്യായ വ്യവസ്ഥയെ അപമാനിക്കുന്നതും കോടതിയെ അപമാനിക്കുന്നതും ജഡ്ജിയെ അപമാനിക്കുന്നതും. ഈ ജഡ്ജി ഇറക്കിയേക്കുന്ന വിധിന്യായം വായിക്കാതെയും അതിന്റെ ഇതൊന്നും അറിയാതെയും മോശമായി ജഡ്ജി ഇത് പറയുന്നത് തെറ്റായ കാര്യമാണ്. വർഗീയത സ്പ്രെഡ് ചെയ്യണ പോലെ ഇതുപോലെ രണ്ട് ചേരിതിരിവിൽ ആൾക്കാർ ഇപ്പൊ ദിലീപിന് വേണ്ടി ആരെങ്കിലും സത്യസന്ധമായി തന്നെ പറഞ്ഞാലും, നമ്മളിപ്പോ സജീവ് നന്ദിയാട്ടൊക്കെ സംസാരിക്കുമ്പോ പറയും ദിലീപിന്റെ കയ്യിന്ന് കാശ് കിട്ടിയിട്ട് സംസാരിക്കുന്നതാണ്. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞാലും ഇപ്പൊ നമ്മളൊരു കൂലി തൊഴിലാളികളാണെന്ന് പറയുന്നത്. അതെ അതെ, അയാൾ നിരപരാധി എന്ന് പറയുമ്പോ നമ്മൾ കോടതിയുടെ കൂട്ടത്തിൽ നിൽക്കുള്ളൂ. അയാൾ ഇപ്പൊ നിരപരാധിയാണ്. എന്ത് പറഞ്ഞാലും ദിലീപ് നിരപരാധിയാണ് ആണ്. എന്തുകൊണ്ട്? അപ്പൊ ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ് നിരപരാധിയാണെന്ന് തനിക്ക് എന്താ ഉറപ്പ് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും കോടതി നിരപരാധിയാന്ന് വെറുതെ വിട്ടുന്നേ. നമ്മൾ കോടതിനെ ബഹുമാനിക്കുന്ന ആളാണ്. അപ്പൊ കോടതി നിരപരാധിയാണെന്ന് വെറുതെ വിട്ട ആള് നിരപരാധി തന്നെയാണ്. നാളെ ഇവര് പോയി മേൽക്കോടതിയിൽ ചെന്നിട്ട് പറയുവാണ്, മേൽക്കോടതി നോക്കിയിട്ട് ദിലീപാണ് ഇത് ചെയ്തത്. അപ്പൊ ആയിക്കോട്ടെ, നമ്മൾ കോടതി പറയണ കോടതി പറയുന്നത് അനുസരിക്കാൻ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു എന്താ പറയുന്ന ഭരണഘടനയിൽപ്പെട്ടാണ്. കോടതിയുടെ നമ്മൾ ബഹുമാനിക്കണം. വിമർശിക്കേണ്ട സ്ഥലത്ത് വിമർശിക്കാം, അത് വേറെ സൈഡിൽ. വിമർശനവുമല്ലല്ലോ ഇപ്പൊ നടക്കുന്നത്, ഇപ്പൊ അലക്ഷ്യങ്ങളാണ്. കാരണം കോടതി അലക്ഷ്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശരിക്കും പറഞ്ഞാൽ ഇതിനെതിരെയാണ് ജനങ്ങൾ സംഘടിക്കേണ്ടത്. നാളെ ഈ പറയുന്ന വ്യക്തികൾക്ക് എല്ലാവർക്കും ഇതുപോലെ അവസ്ഥ തീർച്ചയായിട്ടും വരാം. താൻ വെറുതെ ഒരു പേരിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിലോ പ്രതി ചേർക്കപ്പെടുമ്പോൾ ഇവിടെ നമ്മൾ എന്തൊക്കെയാ അവിടെ അറിയുന്നുണ്ടല്ലേ. ഈ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഞാൻ യൂട്യൂബിൽ കണ്ടത്, വാർത്ത മീഡിയയിൽ വന്നതാണ്. ഒരു പെൺകുട്ടിയും അവന്റെ സഹോദരനും കൂടെ 2 വീലറിൽ പോയത് കണ്ടായിരുന്നു. പോലീസ് പുറകെ വന്ന് പിടിച്ചു. ശരിക്കും പറഞ്ഞാൽ പോലീസ് എന്നിട്ട് പുറകിലിരുന്ന സഹോദരൻ, അവൻ പ്രായവൃത്തിയായിട്ടില്ല, അവനെ പിടിച്ചു. നീയാണ് വണ്ടി ഓടിച്ചതെന്ന് പറഞ്ഞ് കേസ് എടുത്തു. അവൻ അപ്പൊ ആ മുന്നിലിരുന്ന പെൺകുട്ടി അവന്റെ ചേച്ചി പറഞ്ഞു ഞാനാണ് ഓടിച്ചിരുന്നത്, എനിക്ക് ലൈസൻസ് ഉണ്ട്. പക്ഷെ പോലീസ് സമ്മതിക്കുന്നില്ല, ഇവനാണ് ഓടിച്ചിരുന്നത്. അവസാനം അത് കേസായി. പക്ഷെ അപ്പോഴത്തേന് എന്ത് വന്നു, CCTV വീഡിയോ പുറത്തു വിട്ടു. CCTVയിൽ ആരാ വണ്ടി ഓടിച്ചിരുന്നത്? ചേച്ചിയാണ് വണ്ടി ഓടിച്ചത്. എന്താ കേസ് ഇതായി പോകും. ഇതുപോലെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടാവാം ചില കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഇതിപ്പോ അവിടെ മറ്റേ ദിലീപ് അവരോട് കുറച്ച് ഒച്ചപ്പാടും പാടും ഉണ്ടാക്കിയതാണ് ഇപ്പൊ ഉദാഹരണമായിട്ട് പറയണത്. എവിടെ ഏതാണ് അബാദ് പ്ലാസയില എവിടെയോ എന്തോ പ്രോഗ്രാം നടന്ന അത് കോടതി വിശ്വാസയോഗ്യമായി എടുത്തിട്ടില്ല. ഇതൊന്നും പഠിക്കാതെ ഒന്നും അറിയാതെ അവിടെ നിന്നൊക്കെ കേട്ടിട്ട് വെറുതെ കാണിക്കുന്നതൊരു കോടതി അലക്ഷ്യമാണ്. കേസ് എടുക്കണം. പിന്നെ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ അടിക്കുള്ള വകുപ്പ് ഉണ്ടാക്കുവാണ്. തമ്മിലടി ഉണ്ടാവുകയാണ്. ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ തന്നെ എന്താ കാണുന്നത് അല്ലേ, രണ്ടു കൂട്ടര് ചേരി ചീത്തവിളിയാ. അവരെ സപ്പോർട്ട് ചെയ്യുന്നതും അവരെ സപ്പോർട്ട് ചെയ്യുന്നതും രണ്ടു കൂട്ടരും തമ്മിൽ പ്രശ്നം ഉണ്ടാക്കുന്നു. കോടതിനെ ചീത്ത പറയുന്നു, ജഡ്ജിയെ അനാവശ്യമായിട്ട് സംസാരിച്ച് ജഡ്ജി പൈസ മേടിച്ചിട്ട് ചെയ്യുന്നു. ഇതൊക്കെ പറയുന്നത് വലിയ തെറ്റാണ്. ഇതിനെതിരെ നിഷ്പക്ഷമായിട്ട് നിൽക്കുന്നവര്, രണ്ട് പക്ഷത്തുള്ളവരും ഉണ്ടാവാം, ഇതിന്റെ ഒന്നിലും പെടാതെ നിൽക്കുന്നത് അവരിതിൽ ഇടപെട്ടിട്ട് കറക്റ്റായിട്ട് അവരൊരു നമ്മളെ ഒരു ഇതിൽ ജിഷയുടെ വധക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമീറുൽ ഇസ്ലാം എന്ന് പറഞ്ഞൊരു പയ്യനെ പിടിച്ച് അകത്തിട്ടിരിക്കുകയാണ്. അതിൽ തന്നെ ഇപ്പൊ പുതിയ ഒരു കുറെ പേര്, പമ്പിളി എന്ന് പറയുന്ന ഒരു സ്ത്രീ, എന്താ മനുഷ്യ ഇതിന്റെ അതിനെന്തൊരു ഇതിൽപ്പെട്ട ഒരു സ്ത്രീയാണ്. അതുപോലെ തന്നെ ഒരുപാട് വാർത്താ ചാനലുകള്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ശ്രീലേഖ IPS, അവരൊക്കെ അവരുടെയൊക്കെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ആ പയ്യൻ നിരപരാധിയാണ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ പോലീസ് തെളിവോടുകൂടി ഇയാളെ അറസ്റ്റ് ചെയ്ത് കോടതി ശിക്ഷിച്ച് അകത്തിട്ടിരിക്കുകയാണ്. അപ്പൊ ഒരു പക്ഷത്ത് അവൻ നിരപരാധിയാണെന്നും പറയുന്നുണ്ട്, ഒരു പക്ഷത്ത് അവൻ കുറ്റവാളിയാണെന്നും പറയുന്നുണ്ട്. ആ സമയത്തും പറഞ്ഞു ഇതിലെന്തോ പൊളിറ്റിക്കൽ കളികൾ ഉണ്ടായിരുന്നു അവർ പറയുന്നുണ്ട്. നമ്മൾക്ക് അതിന്റെ യാഥാർത്ഥ്യം അപ്പോഴും കോടതി പറഞ്ഞു കൊടുത്ത് മിണ്ടാതിരിക്കണല്ലേ എല്ലാവരും.
കോടതി കണ്ടെത്തി അയാള് അയാൾ ചെയ്തിട്ടുണ്ട്, ഓക്കെ, നമ്മളത് അംഗീകരിക്കുന്നു. അതെ അതെ അത് തന്നെ ചെയ്യാൻ ഇപ്പോ ശരിക്കും ഒരു രണ്ട് ചേരിതിരിഞ്ഞ് രണ്ട് കൂട്ടര് തമ്മില് ഒരു സ്പർദ്ധ ഉണ്ടാക്കി പ്രശ്നങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. അത് കോടതിനെ മോശമാക്കുവാണ്. അതുകൊണ്ട് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം, കോടതി തന്നെ ഇടപെടണം. അത് ഇപ്പൊ കോടതി അനങ്ങാതെ ഇരിക്കുന്നത് കൊണ്ട് തന്നെയാണ് പ്രശ്നം. കോടതി ഇടപെട്ടിട്ട് അനാവശ്യമായിട്ടുള്ള ഈ ചർച്ചകൾ, അനാവശ്യമായിട്ടുള്ള കോടതിനെ വിമർശിക്കല്, അതെ. കോടതി പൈസ വാങ്ങിച്ചിട്ടാണ് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നത് ഭയങ്കര പ്രശ്നങ്ങളിലേക്ക് ഇനി ഭാവിയിൽ പോകും. ഭാവിയിൽ ഇനി അതുപോലത്തെ പ്രശ്നങ്ങളിലേക്ക് കോടതിയുടെ ഒരു ബഹുമാനമില്ലാത്ത ഒന്നാമത് ഈ മുതിർന്ന ആളുകളൊക്കെ ഇങ്ങനെ പറയുമ്പോ ഒരറിവില്ലാത്ത പിള്ളേരൊക്കെ കയറി. വേറൊരു കാര്യമുണ്ട്, വിവരമുണ്ട് എന്ന്, വിവരവും വിദ്യാഭ്യാസവും സംസ്കാരം ഉണ്ട് എന്ന് നമ്മൾ കരുതുന്ന ആൾക്കാർ പോലും കോടതിയെ വിമർശിക്കുകയും വിമർശിക്കാം. കോടതിനെ വിമർശിക്കുന്നതിന് ആർക്കും തെറ്റില്ല. കോടതിനെ പല നിയമങ്ങളും നമ്മൾ കോടതിനെ വിമർശിക്കാറുണ്ട്, അത് വേറൊരു സൈഡാണ്. പക്ഷേ വിമർശിക്കുമ്പോഴും ഒരിക്കലും മോശമാക്കി പറയരുത്. കോടതിയുടെ ആ തീരുമാനം തെറ്റായി പോയി, അത് ഒന്നുകൂടെ പുനഃപരിശോധിക്കണം. അതൊക്കെ നമ്മൾ എത്രയോ കേസുകൾ പറയുന്നുണ്ട്. അതിനാണ് അപ്പീൽ കോടതിയൊക്കെ വെച്ചത്. അതെ അതെ തീർച്ചയായിട്ടും ഇതിനപ്പുറത്ത് പോകാം. പക്ഷെ നമ്മൾ കോടതിനെ മോശമാക്കുന്ന രീതി ഈ വിധി അംഗീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് ഹൈക്കോടതിയിൽ പോകാം, സുപ്രീം കോടതി. ഇത് ഇവിടെ കിടന്ന് ഇങ്ങനെ അലമുറയിട്ട് വരേണ്ട ആവശ്യമില്ല. അത് പബ്ലിക്കായിട്ട് കോടതി മോശമാണ്. അതെ അതെ കോടതി പൈസ വാങ്ങിച്ചു, എന്നിട്ടാണ് അയാളുടെ പൈസ ഉള്ളതുകൊണ്ട് കോടതി ഇങ്ങനെ എഴുതി എന്ന് പറയുന്നത് ഭയങ്കര അപമാനിക്കും. കോടതിയെ ഇതിനെതിരെ കോടതി ശക്തമായിട്ട് ഇടപെടണം. അതാണ് വേണ്ടത്. കോടതി ഭയങ്കരമായിട്ട് ഇടപെട്ട് അങ്ങനെ ജനങ്ങളുടെ വാ മൂടിക്കെട്ടിയില്ലെങ്കിൽ ഭയങ്കര വിഷയങ്ങൾ ഉണ്ടാവും. ഇനി ഫ്യൂച്ചറിൽ പല പല കാര്യങ്ങളും ഇതുപോലെ കോടതികൾ ആർക്കും എന്തും പറയാന്നുള്ള ധൈര്യം അവസ്ഥയിലേക്ക് വരും. അത് ഇനി വരുന്ന അടുത്ത് വരുന്ന തലമുറ ഇപ്പൊ കുട്ടികളെ കാരണം ഇന്ന് നമ്മളറിയാം, ഇന്ന് ഈ കോടതിനെ വിമർശിക്കുന്നവരിൽ ഇന്ന് നമ്മൾ സമൂഹത്തിൽ പല രീതിയിൽ അറിയപ്പെടുന്ന ആൾക്കാരാണ്. അപ്പൊ ഇവര് കോടതിയെ ചീത്ത പറയുന്നു, കോടതിനെ അപമാനിക്കുന്നു, മോശമാക്കി പറയുമ്പോൾ ഇത് കണ്ടു വളരുന്ന ഒരു ജനത നമ്മുടെ കൂട്ടത്തിലുണ്ട്, അല്ലെ? സ്കൂൾ തലം മുതലേ പഠിക്കുന്ന കൊച്ചുകുട്ടികൾ, പിന്നെ സ്കൂളിൽ പഠിക്കുന്ന ആൾക്കാർ. അപ്പൊ ഇവരൊക്കെ പറയുന്നത് ഇവര് കോടതിയിലുള്ള ബഹുമാനം ഇവർക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. നാളെ വക്കീലന്മാർക്ക് പോലും വിലയില്ലാത്ത അവസ്ഥയില്. അതെ തീർച്ചയായിട്ടും. അല്ല, വക്കീലന്മാര് വരെ ഇറങ്ങി മോശമാക്കി പറഞ്ഞിട്ടുണ്ട്. അവരും വന്ന് പറയുമ്പോ ഈ സാധാരണക്കാരെ ആൾക്കാർക്ക് എന്തും പറയാന്നുള്ളൊരു ധൈര്യം കിട്ടണല്ലേ. അത് നമ്മൾ തിരുത്തപ്പെടേണ്ട ഒരു കാര്യമാണ്. വക്കീലന്മാര് തന്നെ ഇപ്പൊ കോടതി വിധിച്ചു കഴിഞ്ഞപ്പോ 2 വക്കീലന്മാര് തന്നെ പുറത്തിറങ്ങി വന്നിട്ട് കോടതിനെ വളരെ അലക്ഷ്യമായ രീതിയിൽ തന്നെ അവര് സംസാരിക്കുന്ന വീഡിയോ നമ്മൾ കണ്ടിരുന്നു. അപ്പോ നിയമത്തിന്റെ വഴിക്ക് വിടട്ടെ, എന്ത് പ്രശ്നമായിക്കട്ടെ. നിയമത്തിൽ ഇപ്പൊ ദിലീപ് കുറ്റക്കാരനാണ്, കോടതി വിധിച്ചു കഴിഞ്ഞാൽ കുറ്റക്കാരനായിക്കോട്ടെ. ഒരു കോടതിയിലേക്ക് കേസ് പോയി, വിചാരണ കോടതി പറയുന്നു അയാൾ നിരപരാധിയാണ്, തെളിവില്ല എന്ന് വിട്ട് കഴിയുമ്പോൾ പിന്നെ അയാളെ നമ്മൾ വ്യക്തിഹത്യ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അപ്പൊ അയാളും ഇരയാവുകയല്ലേ. തീർച്ചയായിട്ടും നാളെ കോടതി കുറ്റക്കാരനല്ല. ഇപ്പൊ ഉമ്മൻചാണ്ടി സാറിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി സാറിനെ മണിക്കൂറുകള് ചോദ്യം ചെയ്തു, എന്തോരം ടോർച്ചർ ചെയ്തു, ഇതൊക്കെ ചെയ്തു. അവസാനം അതൊന്നുമല്ല എന്ന് കോടതി നിയമം തെളിയുന്നുണ്ട്. ഈ പരിഹസിച്ചവരൊക്കെ മരിച്ചു കഴിഞ്ഞപ്പോ പുണ്യാളന്മാരായിട്ട് വന്ന് നിൽക്കുകയും ചെയ്യും.